ഉണ്ണിമുകുന്ദൻ ഉണ്ണിമുകുന്ദൻ എന്ന് പറയുന്ന യുവതാരം ഇന്ന് ഇന്ത്യ മുഴുവൻ ഫേമസ് ആയി. ഇന്ത്യ മുഴുവൻ അറിയപ്പെടുന്ന ഒരു സൂപ്പർ സ്റ്റാർ ആയിട്ട് അദ്ദേഹത്തെ ഇന്ന് പലരും പറയുന്നു. സൂപ്പർ സ്റ്റാർ എന്ന് പറഞ്ഞാൽ നമ്മൾ മലയാളികൾ മാത്രമല്ല, മറ്റു സംസ്ഥാനക്കാരും ഇന്ന് ഉണ്ണിമുകുന്ദനെ സൂപ്പർ സ്റ്റാർ എന്നാണ് വിളിക്കുന്നത്. ഒരൊറ്റ സിനിമ കൊണ്ടാണ് അദ്ദേഹം ഇത്രയും ലെവലിലേക്ക് എത്തിയത് എന്നുള്ളത് സത്യം പറഞ്ഞാൽ വളരെ അത്ഭുതകരമായിട്ട് നമ്മൾ കാണേണ്ട ഒരു കാര്യമാണ്. അദ്ദേഹം വളരെയധികം വെല്ലുവിളികൾ നേരിട്ട് മലയാള സിനിമയിൽ പടവെട്ടി ഒറ്റയ്ക്ക് നിന്ന് ജയിച്ച് കയറി വന്ന് മറ്റുള്ളവരെ കാണിച്ചു കൊടുത്ത ഒരു നടനാണ് ഉണ്ണിമുകുന്ദൻ. നമുക്കറിയാം, അദ്ദേഹത്തിന്റെ രാഷ്ട്രീയവും മതവും ഒന്നും മറച്ചു വെച്ചിട്ട് മറ്റുള്ളവരെ പോലെ പുറത്തു പറയാതെ മറച്ചു വെച്ച് ആരെങ്കിലുമൊക്കെ പ്രീതിപ്പെടുത്തി സിനിമയിൽ പിടിച്ചു നിൽക്കാൻ ശ്രമിച്ച ഒരാളല്ല. എല്ലാം തുറന്നു പറഞ്ഞു. അദ്ദേഹത്തിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുള്ള അനുഭവം അദ്ദേഹം തുറന്നു പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ അദ്ദേഹം തന്റെ മതവും ദൈവികമായിട്ടുള്ള തന്റെ വിശ്വാസങ്ങളും എല്ലാം തന്നെ അദ്ദേഹം പുറത്തു പറഞ്ഞു. എന്താ പറയുക, അദ്ദേഹം തീർച്ചയായിട്ടും ശബരിമല അയ്യപ്പനെ കുറിച്ച് ഒരു സിനിമ തന്നെ നിർമ്മിച്ച് അദ്ദേഹം അതൊരു വലിയ വമ്പൻ ഹിറ്റായിട്ട് മാറ്റി. മാളികപ്പുറം എന്ന് പറയുന്ന സിനിമ ഒരു വമ്പൻ ഹിറ്റായിട്ട് മാറ്റി. അങ്ങനെ പലർക്കും കഴിയാതിരുന്ന പല കാര്യങ്ങളും അദ്ദേഹം ചെയ്തു. ഒരു വിശ്വാസി എന്ന നിലയിൽ ഞാൻ പറയുന്നു, തീർച്ചയായിട്ടും അയ്യപ്പ സ്വാമിയുടെ അനുഗ്രഹം നല്ല രീതിക്ക് ഉണ്ണിമുകുന്ദന് കിട്ടിയിട്ടുണ്ട്. അദ്ദേഹം ആ മാളികപ്പുറം എന്ന് പറയുന്ന സിനിമയോട് കാണിച്ച ആത്മാർത്ഥത അത് ജനങ്ങളുടെ ഇടയിലേക്ക് നല്ല രീതിക്ക് എല്ലാവരുടെയും മനസ്സിൽ അത് എത്തപ്പെട്ടു. തീർച്ചയായിട്ടും ആ സിനിമ ഒരു വമ്പൻ വിജയമായിരുന്നു. ആ അയ്യപ്പനെ കുറിച്ചുള്ള ആ കലാരൂപം, തീർച്ചയായിട്ടും അയ്യപ്പന്റെ അനുഗ്രഹവും ഉണ്ണിമുകുന്ദനുണ്ടായി എന്നുള്ളതാണ് സത്യം. ആ അനുഗ്രഹമാണ് ഇന്ന് ഉണ്ണിമുകുന്ദനെ ഇന്ത്യ മുഴുവൻ അറിയപ്പെടുന്ന ഒരു സൂപ്പർ സ്റ്റാർ ആക്കി മാറ്റിയിരിക്കുന്നത് എന്നുള്ളതിൽ സംശയമില്ല.